ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ വളരെയധികം സങ്കടവും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കേണ്ടതുമായിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ മാസം മലപ്പുറത്ത് 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ജീവനൊടുക്കി, അതായത് തൂങ്ങി മരിച്ചു. നിക്കാഹിന് പിന്നാലെ 18കാരി ജീവനൊടുക്കി എന്നൊരു വാർത്ത കണ്ടിരുന്നു. അതിന് പിന്നാലെ അടുത്തുള്ള അയൽവാസി 19 വയസ്സുകാരൻ കൈഞ്ഞരമ്പ് മുറിച്ച് ആശുപത്രിയിലായിരുന്നു എന്നൊരു വാർത്തയും അതിൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരെ പറ്റിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇതുങ്ങൾ രണ്ടുപേരും നമുക്ക് പറയാൻ പറ്റും ദിവ്യ പ്രണയം, അത്രമേൽ ആത്മാർത്ഥമായിട്ടുള്ള പ്രണയം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവരുടെ ഈ പിക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല രണ്ട് ജോഡികളായിരുന്നു. നമ്മളൊരു പഴഞ്ചൊല്ലൊക്കെ പറയും, അച്ചിൽ വാർത്ത പോലെ രണ്ടുപേരെയും കാണാൻ ഒരേ പോലെയുണ്ട്. അതുപോലെ തന്നെ ഇതുങ്ങളുടെ വീട്ടിലാണെങ്കിൽ ഒന്ന് സമ്മതിക്കാമായിരുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം. കാരണം രണ്ട് മതങ്ങളല്ല, ഒരേ മതമാണ്. അതുപോലെ തന്നെ അയൽവാസി, അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം ഒക്കെ ഉള്ളവരായിരിക്കുമല്ലോ. ചെറുക്കനെ പറ്റിയും എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും. എന്നിട്ടും ചെറിയ പ്രശ്നത്തിൻ്റെ പേരിലാണ് ഈ ബന്ധം വേണ്ടെന്ന് അവർ വെച്ചിരുന്നത്. ഈ പെൺകുട്ടിയുടെ പിതാവ് 3 വർഷം മുമ്പ് മരിച്ചു പോയതാണ്. അപ്പോൾ അതുകൊണ്ട് മറ്റ് ബന്ധുമിത്രാദികളുടെ സപ്പോർട്ടിലാണ് ഇതിൻ്റെ നിക്കാഹ് നടത്താൻ തീരുമാനിച്ചത്. അപ്പം ഇതിൻ്റെ ആ പ്രണയത്തെ അവരും ഒരുപാട് എതിർത്തു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ തമ്മിൽ പറഞ്ഞ് പിരിഞ്ഞവരാണ്. ലാസ്റ്റിൽ പിന്നെ എന്തായാലും അയൽവാസികളാകുമ്പോൾ കാണും, എത്രയാണെന്ന് പറഞ്ഞാലും പൂട്ടിയിട്ടാലും എങ്ങനെയാണെന്ന് പറഞ്ഞാലും കാണും. അപ്പം ചെറുക്കൻ്റെ വീട്ടിലും എതിർപ്പും കാര്യങ്ങളും ഉള്ളതും കൊണ്ട് ചെറുക്കൻ എന്തോ ചെയ്തോ, ഇതിൻ്റെ നിക്കാഹിൻ്റെ തലേ ദിവസം കുറേ ടാബ്ലറ്റുകൾ വാരി ഇങ്ങനെ വീട്ടുകാരെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ ഇതറിഞ്ഞ് പെട്ടെന്ന് എന്തോ ചെയ്തോ, അതങ്ങ് തൂങ്ങി മരിച്ചു. അപ്പോൾ അത് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ പോയാൽ നീ വരുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ആ പയ്യൻ വീണ്ടും തൻ്റെ പ്രണയിനിയും പോയി തനിക്ക് വേണ്ടിയല്ലേ പോയത്. അപ്പോൾ ഇനി എന്തിനാണ് ഞാനിനി ജീവിച്ചിരിക്കുന്നതെന്ന് ഓർത്തിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട വേറൊരു കാര്യം, 3 വട്ടമാണ് അത് ആത്മഹത്യ പയ്യൻ ശ്രമിച്ചിരിക്കുന്നത്. 2 വട്ടവും ജീവൻ രക്ഷിക്കാൻ വേണ്ടി നോക്കിയെങ്കിലും ഒരിക്കലും മാതാപിതാക്കളെ ലാസ്റ്റിൽ കൗൺസിലിങ്ങിനും കാര്യങ്ങളിലും കൊണ്ടുപോകാൻ വേണ്ടി നമുക്കെല്ലാം അറിയാവുന്ന ഒരു യൂട്യൂബറുമായിട്ട് കോണ്ടാക്ട് ചെയ്തെല്ലാം ഇരുന്നതാണ്. അപ്പോൾ ലാസ്റ്റിൽ അതിനെ കൊണ്ടുപോകാൻ വേണ്ടി ഇരുന്നിട്ട് മാതാപിതാക്കളെ എനിക്ക് കാണണ്ട എന്നുള്ള ഒരു വാശിയിലാണ് ആരും കാണാതെ അവിടെ നിന്ന് പോയത്. ആരും അറിയാതെ പോയി ലാസ്റ്റ് തൂങ്ങി മരിക്കുകയും, നമുക്ക് വേണമെങ്കിൽ പറയാം നാളെ അവരോർത്ത് കാണും സ്വർഗത്തിൽ അവരൊന്നിക്കും എന്നൊക്കെ ഓർത്ത് കാണും. പിന്നെ ഓരോരുത്തരുടെ മതപ്രകാരമുള്ള കുറേ കാര്യങ്ങളൊക്കെയുണ്ട്. നമ്മൾ ഒരിക്കലും ഈ ആത്മഹത്യ എന്ന് പറയുന്ന ഒന്നിനും പരിഹാരമല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഒന്നുകിൽ ഇവർക്ക് ഒളിച്ചോടാൻ പോയാൽ മതിയായിരുന്നു. പക്ഷേ ഇവരങ്ങനെയും ചിന്തിക്കാതെ മാതാപിതാക്കളെ വേദനിപ്പിച്ച് ഇങ്ങനെയൊന്നും ചെയ്യേണ്ടെന്ന് ഈ മക്കൾ ചിന്തിച്ചാണ്
ഇവർ ഒളിച്ചോടി പോകാതെ ഇരുന്ന്. നമ്മളിപ്പോൾ വീട്ടുകാരെ എത്രയെന്ന് പറഞ്ഞാണ് നമ്മൾ ഈ വാർത്ത കേൾക്കുമ്പോൾ വീട്ടുകാരെ കുറ്റപ്പെടുത്തും. പക്ഷെ ആ മാതാപിതാക്കളെ ഇതുങ്ങളൊന്ന് ഓർക്കാതെയാണ് ഇതെല്ലാം ചെയ്തു വെച്ചത്. ഇന്ന് 2 പേരും ഈ ലോകത്തോട് വിട പറഞ്ഞു. പക്ഷെ ഒരു ദിവ്യ പ്രണയമെന്ന് പറയുന്നതിനുപരി ഇപ്പോൾ ചത്ത് ജീവിക്കുകയാണ് ആ മാതാപിതാക്കൾ ചെയ്യുന്നത്. അവരുടെ വേദന എങ്ങനെ അകറ്റാനാണ്? 2 മക്കളും പോയി. എനിക്കിവിടെ പറയാനുള്ളത്, നമ്മൾ ശരിയാണ്, അവരുടെ ആത്മാർത്ഥ പ്രണയമായിരുന്നു, വീട്ടുകാരൊന്ന് അംഗീകരിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നമുക്ക് പറയാം. പക്ഷേ അതിനുപരി എനിക്ക് നമ്മുടെ വളർന്നു വരുന്ന മക്കളോട് പറയാനുള്ളത്, നിങ്ങളൊന്ന് ചിന്തിക്കണം. നമുക്ക് 10 മാസം നൊന്ത് ജന്മം തന്ന നമ്മുടെ മാതാപിതാക്കളുണ്ടല്ലോ, നമ്മൾ ചെയ്യുന്ന ഇന്ന് അതുങ്ങളുടെ ചിലപ്പം കൊച്ചിലേ തൊട്ടുള്ള പ്രണയമായിരിക്കും എങ്കിൽ കൂടിയും നമ്മുടെ മാതാപിതാക്കളെ ഒരിക്കലും നമ്മൾ മറക്കരുത്. അവരുടെ വേദന